ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മൂവാറ്റുപുഴയിലും SIT പരിശോധന നടത്തി. ബംഗളൂരു സ്വർണ്ണ വ്യാപാരി അജിത് കുമാറിന്റെ പെരളിമറ്റത്തെ വീട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പരിശോധന. അജിത് കുമാറിന്റെ കുടുംബവക കാവിലും പരിശോധന നടത്തിയിട്ടുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ്, അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? ദേവിക, ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച SIT സംഘം മൂവാറ്റുപുഴയിലെത്തി പരിശോധന നടത്തിയത്. പ്രധാനമായും ഈ പരിശോധനകൾ നടന്നത് വ്യവസായിയായ അജുകുമാറിന്റെ പെരളിമറ്റത്തെ വീട്ടിലും ഒപ്പം തന്നെ കുടുംബവക കാവിലുമായിട്ടാണ് പരിശോധന നടന്നത്. ഈ രണ്ട് സ്ഥലങ്ങളിലും ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ എത്തിച്ചിരുന്നു, പൂജകൾക്കായി എത്തിച്ചു എന്നതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇക്കാര്യത്തിൽ വിശദമായ മൊഴി അറസ്റ്റിലായതിനു ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. ഒപ്പം തന്നെ ഈ അജുകുമാറിന്റെ സഹോദരൻ അനിൽകുമാർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് 2019 സെപ്റ്റംബർ 11 തീയതിയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇവിടെ എത്തിച്ചത്. അന്ന് രാവിലെ 11 മണിക്ക് എത്തിക്കുന്നു. അടുത്ത ദിവസം പുലർച്ചെ 3 മണിവരെ നീണ്ട പൂജകൾ ഈ കുടുംബക്കാവിലും ഒപ്പം തന്നെ വീട്ടിലുമെല്ലാമായി നടത്തി എന്നതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിശോധനയാണ് നടന്നത്. വിശദമായി തന്നെ കഴിഞ്ഞ പല സ്ഥലങ്ങളിലായി പരിശോധനകൾ SIT സംഘം നടത്തുന്നുണ്ട്. ഈ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ച തന്നെയായിരുന്നു ഇത്. മാത്രമല്ല, പ്രധാനമായും നേരത്തെ അജുകുമാറിൻ്റെ ഭാര്യ അടക്കം ചില വെളിപ്പെടുത്തലുകളും മൊഴികളും എല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് അജുകുമാറാണ് അവിടെ മണികൾ സ്പോൺസർ ചെയ്തത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് അജുകുമാർ സ്പോൺസറായി മാറിയത് എന്നാണ്. കോവിഡ് കാലത്ത് അജുകുമാർ മരണപ്പെട്ടു. ഇത് സംബന്ധിച്ച് തനിക്കറിയാവുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അജുകുമാറിൻ്റെ ഭാര്യ ചില വിവരങ്ങൾ മാധ്യമങ്ങളോടക്കം അന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നത്. അതിൽ പറഞ്ഞിരുന്നത് 2 മണികൾ ശബരിമലയിലേക്ക് 2017 അജുകുമാർ നൽകിയിരുന്നു. ഈ 2 മണികൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ആദ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യവസായിയായ അജുകുമാർ എന്നയാളെ പരിചയപ്പെടുന്നതും അജുകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടാകുന്നതും. എന്നാൽ 35 ലക്ഷം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പൂജകൾ നടത്തുന്നതിന് വേണ്ടി സ്വർണ്ണപ്പാളി കൊണ്ടുവന്നതിൻ്റെ വകയിൽ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നേരിട്ട് എത്തിച്ചതിൻ്റെ പ്രതിഫലമായി ഉണ്ണികൃഷ്ണൻ പോറ്റി അജുകുമാറിൽ നിന്ന് കൈപ്പറ്റി എന്നതിൻ്റെ ചില സൂചനകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അത് അജുകുമാറിൻ്റെ സഹോദരൻ അനിൽകുമാർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു, അനിൽകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ പരിശോധനകൾ തന്നെയാണ് നടത്തുന്നത്. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പരിശോധനകൾ മുന്നോട്ട് പോകുന്നത്. വാതിലിനും സ്വർണ്ണപ്പാളികൾക്കുമെല്ലാമായി പണം നൽകിയോ എന്നതിലുള്ള ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അത് സംബന്ധിച്ചും വിശദമായി തന്നെ അന്വേഷണ സംഘം SIT അന്വേഷണം നടത്തുന്നുണ്ട്.